കോട്ടയം പാല മേവടയിൽ സ്വകാര്യ പുരയിടത്തിൽ അസ്ഥികൂടം കണ്ടെത്തി. മീനച്ചലിൽ നിന്നും കാണാതായ 84കാരൻ്റേതെന്നാണ് സംശയം. ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, എന്താണ് വിവരം? പോലീസ് പറയുന്നത് എന്താണ്? സ്വകാര്യ പുരയിടത്തിൽ നിന്നും ഒരു അസ്ഥികൂടം നിലവിൽ കണ്ടെത്തുന്നത് പാലാ മേവടിയിലായിരുന്നു. ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയത് ഇത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നിലവിൽ ലഭിച്ചിട്ടില്ല. ഒപ്പം കഴിഞ്ഞ ഡിസംബർ മാസം 21-ാം തീയതി ഈ ഭാഗത്ത് നിന്നും ഒരു വയോധികനെ കാണാതായിട്ടുണ്ടായിരുന്നു. 84 വയസ്സുകാരനെ. അദ്ദേഹത്തിന്റെ ആണോ ഈ മൃതദേഹം അല്ലെങ്കിൽ ഈ അസ്ഥികൂടം എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നാളെ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് പടിഞ്ഞാറൻ മുറിയിൽ മാത്യു തോമസ് എന്ന് പറയുന്ന 84കാരനെയാണ് കഴിഞ്ഞ ഡിസംബർ മാസം 21-ാം തീയതി മുതൽ വീടിന്റെ പരിസരത്ത് നിന്നും കാണാതായത്. അന്ന് ആ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് ശക്തമായിട്ടുള്ള തിരച്ചിലൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ഈ വയോധികനെ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു ദുരൂഹത എന്നോണം തന്നെ ആ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വയോധികന്റെ ബന്ധുക്കൾ തുടർന്ന് ഉന്നത പോലീസ് അധികൃതർക്കടക്കം മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും പോലീസ് വീണ്ടും തെരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ മൃതദേഹം അഴുകിയ മണം പിടിക്കുന്ന കടാവർ നായകളെ അടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിൽ പോലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് ആ സമീപ പ്രദേശത്തുള്ള ഒരു പുരയിടത്തിൽ നിന്നും ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനവും ഏറിയ സംശയവും അത് അന്ന് കാണാതായ ആ 84കാരൻ്റെ തന്നെ ആയിരിക്കാം എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടി ആ അസ്ഥികൂടം അവിടെ നിന്ന് മാറ്റി പരിശോധന ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. നാളെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ലാബ് റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ ആണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ എങ്ങനെയായിരിക്കാണ് ഇദ്ദേഹം മരിച്ചത്, എവിടെയാണ് പോയത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ തുടരന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നാളെ ഈ ലാബ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. അത് ആ 84കാരൻ്റെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. ശരി ഗോകുൽ.